സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണയം ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്നറിയുന്നു. ജനസംഖ്യ ആനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടാനാണ് സർക്കാരിൻ്റെ ആലോചന. ഇതിനായി ഒരു ഓർഡിനൻസും കൊണ്ടുവരാൻ അവർ ആലോചിക്കുന്നുണ്ട്. ഷെബീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിക്കായി ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള പ്രധാന അജണ്ടയോട് കൂടിയാണ് ഇന്ന് സ്പെഷ്യൽ ക്യാബിനറ്റ് ചേരുന്നത്. 12 ദിവസത്തെ വിദേശയാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തിയെങ്കിലും ചില മന്ത്രിമാർ സ്ഥലത്തില്ലാത്തതിനാൽ ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗം ചേരുക. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് കൊണ്ടുവരാൻ തീരുമാനിച്ചെങ്കിലും ഗവർണറുടെ എതിർപ്പിനെ തുടർന്ന് പിന്നീട് നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുകയായിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ വാർഡ് വിഭജനം വേണ്ടെന്ന് വെച്ചതോടെ ഭേദഗതി ബിൽ റദ്ദാക്കി. അന്നു തയ്യാറാക്കിയ കരട് മാർഗരേഖയാകും ചില പരിഷ്കാരങ്ങളോടെ ഇത്തവണയും പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരിക. 2011 സെൻസസിലെ ജനസംഖ്യ അനുസരിച്ചാകും വാർഡ് വിഭജനം. ഇതിനായി ഈ നടപടികൾക്കായി ഡിലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിക്കാനും അതേപോലെ തന്നെ മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനമെടുക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും കമ്മീഷൻ ചെയർമാൻ. തദ്ദേശ വകുപ്പിലേതുൾപ്പെടെ സെക്രട്ടറി റാങ്കിലുള്ള 4 IAS ഉദ്യോഗസ്ഥർ കമ്മീഷനിൽ അംഗങ്ങളാകും. വാർഡ് വിഭജന നടപടികൾ പൂർത്തിയാക്കേണ്ട സമയക്രമവും ചർച്ചയ്ക്ക് വരും. അതേസമയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാനത്തെ മഴ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. സഭാ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചു ചേർക്കുന്ന തീരുമാനിക്കാൻ ഈ മാസം 22-ാം തീയതി വീണ്ടും മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.